ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലഡ് സർക്കുലേഷനെ പറ്റിയാണ് പഠിച്ചത് അല്ലേ? സിസ്റ്റമിക് സർക്കുലേഷൻ, പൾമണറി സർക്കുലേഷൻ ആൻഡ് പോർട്ടൽ സർക്കുലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ഹേർട്ട് ബീറ്റ്, പൾസ്, ബ്ലഡ് പ്രഷർ ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. ഇതൊക്കെ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹാർട്ട് ബീറ്റ് എന്താണെന്നുള്ളത് നോക്കാം. വൺ സിസ്റ്റോൾ ആൻഡ് ദ സബ്സീക്വൻറ്റ് ഡയാസ്റ്റോൾ ടുഗദർ കൺസ്റ്റിറ്റ്യൂട്ട് എ ഹാർട്ട് ബീറ്റ്. അതായത് ഒരു സിസ്റ്റോളും ഒരു ഡയാസ്റ്റോളും ചേർന്നതാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രാക്ഷൻ ഓഫ് ഹേർട്ട് ചേമ്പേഴ്സിനെയാണ് സിസ്റ്റോൾ എന്ന് പറയാം. ഹേർട്ട് ചേമ്പേഴ്സ് കൺട്രാക്റ്റ് ചെയ്യണതിനെയാണ്, സങ്കോചിക്കുന്നതിനെയാണ് സിസ്റ്റോൾ എന്ന് പറയാം. ഹേർട്ട് ചേമ്പേഴ്സ് റിലാക്സ് ചെയ്യുന്നതിനെയാണ് ഡയാസ്റ്റോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചേർന്നതാണ് ഹാർട്ട് ബീറ്റ്. ഓക്കെ, വൺ സിസ്റ്റോൾ ആൻഡ് ദ സബ്സീക്വൻറ്റ് ഡയാസ്റ്റോൾ ടുഗദർ constitute a heartbeat. Systole is the contraction of chambers of the heart and diastole is the relaxation of chambers of heart. Okay, ഇങ്ങനെ ഒരു തവണ ഹേർട്ട് കൺട്രാക്റ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 0.8 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 1 മിനിറ്റിൽ 72 ടൈംസാണ് ഹേർട്ട് ബീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ, സിസ്റ്റോൾ നമ്മൾ എന്താ പറഞ്ഞത്? കൺട്രാക്ഷൻ ഓഫ് ദ ചേമ്പേഴ്സ് ഓഫ് ദ ഹേർട്ട് ഈസ് ടേംഡ് ആസ് സിസ്റ്റോൾ അല്ലേ? അപ്പോൾ ഈ ഫേസിൽ, അതായത് ഈ ടൈമിൽ ബ്ലഡ് ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലേക്കും വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്കും ബ്ലഡ് ഫ്ലോ ചെയ്യും. ഓക്കെ, ഡ്യൂറിങ് ദിസ് ഫേസ് blood flows from the atria to the ventricles and from the ventricles to outside. ഓക്കെ, അപ്പോൾ ഇതിനെ തുടർന്ന്, അതായത് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ഏട്രിയ എന്ത് ചെയ്യും? ഏട്രിയയും അതുപോലെ വെൻട്രിക്കിളും റിലാക്സ് ചെയ്യും. ആ സ്റ്റേജിനെയാണ് നമ്മൾ ഡയാസ്റ്റോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഡയാസ്റ്റോൾ ഫേസിൽ അതായത് ഹേർട്ട് ചേമ്പേഴ്സിൽ വന്നിട്ട് ബ്ലഡ് വന്ന് ഫില്ല് ചെയ്യും. ഓക്കെ, ഇൻ ദ ഡയാസ്റ്റോൾ ചേമ്പേഴ്സ് ഓഫ് ദ ഹേർട്ട് ഗെറ്റ് ഫിൽഡ് വിത്ത് ബ്ലഡ്. ഓക്കെ, ഒരു മിനിറ്റിൽ എത്ര തവണയാണ് ഹേർട്ട് ബീറ്റ് ചെയ്യുകയെന്നാണ് പറഞ്ഞത്? 72 ടൈംസ് അല്ലേ? അപ്പോൾ അതെങ്ങനെ അറിയാം? സ്റ്റെതസ്കോപ്പാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഡോക്ടറെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യണത് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടല്ലേ. ഹേർട്ട് ബീറ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഹേർട്ട് ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനുമാണ് ഹേർട്ട് ബീറ്റ് അല്ലേ? ഈ ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് നമ്മുടെ ആർട്ടറീസിലടക്കം അത് ത്രൂ ഔട്ടായിട്ട് ആർട്ടറീസിലും അത് അനുഭവപ്പെടും. അപ്പോൾ ആർട്ടറീസിൽ അനുഭവപ്പെടുന്ന ആ ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റിനെയാണ് പൾസ് എന്ന് പറയാം. ഓക്കെ, ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഫോംഡ് ഡ്യൂ ടു ദ contraction and relaxation of the heart is felt throughout the walls of the arteries. This movement is called pulse. ഓക്കെ, ഈ പൾസ് എവിടെയൊക്കെ നമുക്കറിയാൻ പറ്റും? അത് നമുക്കറിയാം, നമ്മുടെ റിസ്റ്റിൽ പൾസ് അറിയാനായിട്ട് സാധിക്കും അല്ലേ? പിന്നെ ബോത്ത് സൈഡ്സ് ഓഫ് ഫോർഹെഡ്, നെക്ക്, ഇവിടെയൊക്കെ പൾസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഹേർട്ട് 1 മിനിറ്റിൽ 72 ടൈംസാണ് ബീറ്റ് ചെയ്യണത് അല്ലേ? അതേപോലെ തന്നെ പൾസും 1 മിനിറ്റിൽ 72 ടൈംസ് തന്നെയാണ് ബീറ്റ് ചെയ്യണത്. അതായത് ഹാർട്ടിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനുമാണ് ഈ ആർട്ടറീസിലും അത് ത്രൂ ഔട്ടായിട്ട് ഉണ്ടാവുന്നത്. ആ ആർട്ടറീസിൽ അനുഭവപ്പെടുന്ന ആ മൂവ്മെൻ്റാണ് പൾസ്.
അപ്പോൾ ഹാർട്ട് ബീറ്റിനെ പോലെ തന്നെ പൾസും 72 ടൈംസ് തന്നെയാണ് മിനിറ്റിൽ ബീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹാർട്ട് ബീറ്റും പൾസും എന്താണെന്ന് ക്ലിയർ ആയല്ലോ. പിന്നെ പൾസ് നമ്മുടെ ഹാർട്ടിനോട് അടുത്തുള്ള ഭാഗങ്ങളിലാണ് പൾസ് ഏറ്റവും ക്ലിയറായിട്ട് കൂടുതൽ ക്ലിയറായിട്ട് നമുക്ക് അത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഹാർട്ടിൽ നിന്ന് പിന്നെ അകലം കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ കാലിലും ഒക്കെ ആർട്ടറീസ് എല്ലായിടത്തും ഉണ്ടല്ലോ, പക്ഷേ നമ്മൾ കയ്യിലും അതുപോലെ നെക്കിൽ ഫോർഹെഡിലൊക്കെ അറിയണ അത്രയും ക്ലിയറായിട്ട് കാലിലൊന്നും അറിയാനായിട്ട് സാധിക്കില്ല. അവിടെ എല്ലാം പൾസ് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ ഈ ഹാർട്ടിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് പൾസിൻ്റെ ആ ഒരു ക്ലാരിറ്റി കുറയും. ഓക്കെ, ശ്രദ്ധിക്കൂ. അപ്പോൾ ഹാർട്ട് കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ 70 milliliter ബ്ലഡാണ് ആർട്ടറീസിലേക്ക് പമ്പ് ചെയ്യുക. ഓക്കെ, ഒരു തവണ ഹാർട്ട് കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ 70 milliliter ബ്ലഡാണ് ആർട്ടറീസിലേക്ക് പമ്പ് ചെയ്യുക. അപ്പോൾ ഈ ആർട്ടറീസിലേക്ക് ഇത്രയും ബ്ലഡ് ഒരുമിച്ച് എത്തുമ്പോൾ ആർട്ടറീസിൽ ബ്ലഡിൻ്റെ പ്രഷർ ഹൈ ആയിരിക്കും. ആർട്ടറീസിലുണ്ടാവുന്ന ഈ ഹൈ പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. ഈ സിസ്റ്റോളിക് പ്രഷർ അതിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 millimeter മെർക്കുറിയാണ് സിസ്റ്റോളിക് പ്രഷർ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. അതിൽ നിന്ന് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ഓക്കെ, നോക്കൂ. അപ്പോൾ എന്താണ് സിസ്റ്റോളിക് പ്രഷർ? when the heart contracts, the blood is pumped into the arteries and the pressure exerted by this excess blood on the walls of the arteries is called systolic pressure. It is 120 millimeter mercury. ഓക്കെ, അപ്പോൾ നോക്കൂ, ഹാർട്ട് കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് കംപ്ലീറ്റ് ആർട്ടറിയിലേക്ക് പമ്പ് ചെയ്യുക ചെയ്യണത്. അപ്പോൾ അവിടെ ആർട്ടറീസിൽ പ്രഷർ കൂടുതലായിരിക്കും അല്ലേ? അതാണ് സിസ്റ്റോളിക് പ്രഷർ. ഇനി അതേ തുടർന്ന് തന്നെ ഹാർട്ട് ഡയലേറ്റ് ചെയ്യുകയും ചെയ്യും. ഡയലേറ്റ് ചെയ്യുമ്പോൾ അത്രയും ക്വാണ്ടിറ്റി ബ്ലഡ്, അതായത് 70 milliliter ബ്ലഡ് ഹാർട്ടിൽ വന്ന് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആർട്ടറീസിലെ ബ്ലഡിൻ്റെ പ്രഷർ കുറവായിരിക്കും. ആ കുറഞ്ഞ പ്രഷറിനെയാണ് ഡയാസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. ഓക്കെ, ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 millimeter മെർക്കുറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഡയാസ്റ്റോളിക് പ്രഷർ? വെൻ ദ ഹാർട്ട് ഡയലേറ്റ്സ് ഫുള്ളി, the same quantity of blood enters the heart. A low pressure felt in the arteries during this time is called diastolic pressure. It is 80 millimeter mercury. ഓക്കെ, സിസ്റ്റോളിക് പ്രഷറും ഡയാസ്റ്റോളിക് പ്രഷറും എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി ഒരു വ്യക്തിയുടെ പ്രഷർ പ്രഷർ സ്റ്റേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിസ്റ്റോളിക് പ്രഷറും ഡയാസ്റ്റോളിക് പ്രഷറും എത്രയാണെന്ന് മെഷർ ചെയ്തിട്ടാണ് ഒരാളിലെ പ്രഷർ സ്റ്റേറ്റ് ചെയ്യണത്. ഓക്കെ, ആ പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഓർ സ്ഫിഗ്മോ മാനോമീറ്റർ. ഓക്കെ, അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ 120 millimeter മെർക്കുറി, അതിൽ നിന്ന് കുറയാനോ കൂടാനോ പാടില്ല. അതേപോലെ ഡയസ്റ്റോളിക് പ്രഷർ 80 mm മെർക്കുറിയിൽ നിന്ന് കൂടാനോ കുറയാനോ പാടില്ല. ഓക്കെ, അപ്പോൾ നോർമൽ ലെവലാണ് 120-80 millimeter മെർക്കുറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്ന് കൂടിയാലും കുറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് കാണുകയും ചെയ്യും. ഓക്കെ, റേറ്റ് ഓഫ് ബ്ലഡ് പ്രഷർ അപ്പോൾ എത്രയാണെന്നുള്ളത് മനസ്സിലായല്ലോ. 120/80 millimeter മെർക്കുറി അല്ലേ? അപ്പോൾ ഈ ഒരു റേറ്റിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുക. ദ കണ്ടീഷൻ ഇൻ വിച്ച് the blood pressure increases above the normal rate is called hypertension. ഓക്കെ, നോർമൽ ലെവലിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുന്ന ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുക. അപ്പോൾ
നോർമൽ ലെവലിൽ നിന്ന് പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് ഹൈപ്പോടെൻഷൻ എന്നും പറയാം. ഓക്കെ, ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് പ്രഷർ റേറ്റ് ഗോസ് ബിലോ ദ നോർമൽ റേറ്റ് ഈസ് കോൾഡ് ഹൈപ്പോടെൻഷൻ. ഓക്കെ, ഹൈപ്പർ ടെൻഷനും ഹൈപ്പോടെൻഷനും എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇത് രണ്ടും സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ ഉണ്ടാവുന്നതിന് കാരണമാവുകയും ചെയ്യും. മനസ്സിലായോ? ഹൈപ്പോടെൻഷൻ ആൻഡ് ഹൈപ്പർ ടെൻഷൻ മേ ലീഡ് ടു സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, അപ്പോൾ നോക്കൂ. അപ്പോൾ ഈ ഒരു ഹൈപ്പോടെൻഷനും ഹൈപ്പർ ടെൻഷനും ഒക്കെ എങ്ങനെയാണ് അത് വരാതെ എങ്ങനെയാണ് നോക്കുകയെന്നറിയാം. ഈ അൺഹെൽത്തി ഹാബിറ്റ്സാണ് ഈ ഹൈപ്പോടെൻഷനും ഹൈപ്പർ ടെൻഷനും ഒക്കെ കാരണമാവുന്നത്. അൺഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എക്സസ് യൂസ് ഓഫ് സാൾട്ട് ആൻഡ് ഫാറ്റ്, സ്മോക്കിംഗ്, ലാക്ക് ഓഫ് എക്സസൈസ്, ഇതൊക്കെ അൺഹെൽത്തി ഹാബിറ്റ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരിലാണ് ഈ ഹൈപ്പോടെൻഷനും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അത് വരാതിരിക്കാൻ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സോൾട്ടിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അല്ലേ? സോൾട്ട്, ഫാറ്റ് ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ സ്മോക്കിങ് ഒഴിവാക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, അല്ലേ? ഇതൊക്കെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്താൽ നോർമൽ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലെ നോട്ട്സ് എഴുതേണ്ടത് ടീച്ചർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോട്ടിലേക്ക് എഴുതുക. ഓക്കെ.